വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി സാമൂഹ്യ പ്രവർത്തകയായ ശ്രീമതി ധന്യാരാമൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി ധന്യാരാമൻ, സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ആണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഗുരുതര പിഴവ് എന്ന് തന്നെയല്ലേ പറയേണ്ടത്. എന്ന് മാത്രമല്ല, ഈ കൊടും ക്രിമിനൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ എത്രമാത്രം ആപത്കരമാണ് എന്നുള്ള കാര്യം കോടതി തന്നെ നിരീക്ഷിച്ച വസ്തുതയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തയോട് പ്രതികരിക്കുന്നത്? അതെ, ഞാൻ ഇപ്പം ഇയാളെ കാണാതായിട്ട് ഇത്രയും സമയമായി. വളരെ ഞെട്ടലോടെയാണ് ഞാനതിനെ കാണുന്നത്, ഈ വാർത്തേനെ. കാരണം ഇത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളാണ്. അയാൾ എങ്ങനെയാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇത്രയും സെക്യൂരിറ്റി ഉള്ളിടത്തുനിന്ന് രക്ഷപ്പെട്ടത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇത്രയും CCTV വിഷ്വൽസ് ഉണ്ട്, ഇത്രയും കാവലിന് ആൾക്കാരുണ്ട്, വലിയ കോട്ട പോലത്തെ മതിലുകളുണ്ട്. ഇവിടുന്ന് എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന് അറിയാനാണ് എനിക്ക് ആകാംക്ഷ. അത് പിന്നെ എന്ത് വീഴ്ചയാണ്, ഏത് തരത്തിലുള്ള വീഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഇനി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ, അതല്ലാതെ ഇയാൾ സ്വമേധയെ ചാടിയതാണോ, ആരുടെയെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ? ഇതുപോലത്തെ ഒരു ക്രിമിനൽ പ്രതിക്ക് ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ഇത്രയും വലിയൊരു മതിൽ ചാടി പോകാനൊക്കെ പറ്റുമോ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. വളരെ പെട്ടെന്ന് ഇയാളെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം സമൂഹത്തിന് വളരെ അപകടകരമായ രീതിയിലുള്ള ഇങ്ങനെയുള്ള കുറ്റവാളികളുടെ മനസ്സൊന്നും ഒരിക്കലും മാറത്തില്ല. അവരെത്ര ജയിലിൽ കിടന്നാലും ഇത്തരം കുറ്റവാളികളുടെ മനസ്സ് അത് സ്ട്രോങ്ങും പെർമനന്റുമായിട്ട് അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇയാൾ കയ്യിലൊന്നും പൈസയൊക്കെ ഇല്ലാതെയാണ് ഇറങ്ങുന്നതെങ്കിൽ അടുത്ത് കാണുന്ന ആൾക്കാരെ ആക്രമിക്കാനോ എല്ലാം സാധ്യതയുണ്ട്. നമ്മൾ അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് പോലീസിന് ഇവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ശ്രീമതി ധന്യരാമൻ, താങ്കൾ കൃത്യമായി തന്നെ ഓർക്കുന്നുണ്ടാകും സൗമ്യ കൊലക്കേസ് എത്രമാത്രം നിഷ്ഠൂരമായിരുന്നു എന്നുള്ളത്. അതിനുശേഷം കൃത്യമായി തന്നെ കോടതി ഇയാൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്നു, ഹൈക്കോടതി അത് ശരിവെക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ചില തെളിവുകളുടെ അഭാവം, പ്രോസിക്യൂഷന് ചില കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമായി ഇളവ് ചെയ്ത് നൽകപ്പെടുന്ന ഒരു സാഹചര്യം. അന്നൊക്കെ തന്നെ പൊതുസമൂഹം അങ്ങേയറ്റം വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. കാരണം ഇയാളെ പോലെയുള്ള ഒരാളെ എന്തിനിങ്ങനെ ജയിലിനകത്ത് തീറ്റിപ്പോറ്റുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നതാണ്. കാരണം ഇയാൾ ജയിലിനുള്ളിൽ നിന്ന് കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇയാളുടെ ശരീരാകൃതിക്ക് തന്നെ മാറ്റം വന്നതൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതുമാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കൊടും ക്രിമിനലിനെ പൊതുസമൂഹത്തിന്റെ ചിലവിൽ എന്തിനിങ്ങനെ തീറ്റിപ്പോറ്റണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആ ക്രിമിനൽ സ്വഭാവം അയാളിൽ നിന്ന് 1% പോലും കുറഞ്ഞിട്ടില്ല, മാറിയിട്ടില്ല. കാരണം ഇതിനു മുൻപും കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ച പല സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞത് ഇയാൾ പരിവർത്തനത്തിനുള്ള ഒരു സാധ്യതയും കാണിക്കാത്ത ഒരു ക്രിമിനലാണ് അതിനുള്ളിൽ കിടന്നിട്ട് ഇത്രയും നാളായിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക. ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാത്തത് കൊണ്ടല്ല. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും 1% പോലും ഒരു ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ അംഗവൈകല്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു സെല്ല് മുറിക്കാൻ, സെല്ലിലെ കമ്പി മുറിക്കാൻ, ഈ വലിയ കോട്ട പോലെയുള്ള മതിൽ ചാടിക്കടക്കാനൊക്കെ എങ്ങനെ സാധിച്ചു എന്നാണ് കരുതേണ്ടത്. അപ്പോൾ അനാസ്ഥ എന്നുള്ളത് 100% അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയല്ലേ? അനാസ്ഥയുമുണ്ട്, അതുപോലെ തന്നെ സഹായവും കിട്ടിക്കാണും. അല്ലാതെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും ക്രിമിനൽസിന് കുറ്റവാളികൾ കിടക്കുന്ന സ്ഥലത്ത് ഈ ജയിൽ വകുപ്പ് പൊതുവെ എനിക്ക് അത്ര ഒരു കംഫർട്ടായിട്ടുള്ള ഒരു വകുപ്പായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് കുറ്റകൃത്യങ്ങൾ അതിനകത്ത് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രഷറുണ്ട്. എത്രയോ ഉദ്യോഗസ്ഥർ നിങ്ങൾ കണ്ടതല്ലേ, കുറച്ചു ദിവസം മുമ്പേ എറണാകുളം ജില്ലയിലുള്ള ഒരു ജയിലിൽ ഒരു ഗുണ്ട പോയി പാർട്ടിയിൽ പങ്കെടുക്കുന്നത്, അതും ജയിൽ ഉദ്യോഗസ്ഥന്റെ വിരമിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഈ ഉദ്യോഗസ്ഥരും ക്രിമിനൽസും തമ്മിലുള്ള ആ ബന്ധത്തിൽ നിന്നാണ് വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇവർക്ക് ജയിലിലൊക്കെ എല്ലാ സൗകര്യവും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഷെറിനെ പോലെയുള്ള ഒരു കൊലപാതകി, അവൾ ഇതേപോലെ സെയിം ക്രിമിനൽ തന്നെയാണ്. അവർക്കൊന്നും അവരുടെ ആ മനസ്സിന് മാറ്റം വന്നില്ല. ഗോവിന്ദച്ചാമിയെ പോലെ തന്നെയാണ് ഇവരൊക്കെ മനസ്സിന് മാറ്റം വരുന്നത്. പക്ഷെ ഇവർക്കൊക്കെ എന്ത് സുരക്ഷിതത്വം ജയിലിൽ കിട്ടിയെന്നറിയാമോ? ഷെറിനാണെങ്കിൽ ഇവിടുന്ന് ബാംഗ്ലൂരിൽ സീസൺ ടിക്കറ്റ് എടുത്ത് പോകുന്ന പോലെ എപ്പോഴും ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. അപ്പൊ ഇതുപോലെ ഇവരെയൊക്കെ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ജയിലിനകത്ത് അത്ര മാന്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തപ്പെടുന്നതെന്നറിയാം. പല രീതിയിലുള്ള കൊലപാതകികളുണ്ട്, കുറ്റകൃത്യങ്ങൾ നടത്തിയവരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള സംരക്ഷണം അതിനകത്ത് ലഭിക്കുന്നുണ്ട്. അത് പണ്ടേ ഉള്ളതാണ്. ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്നു, ഫോൺ ഉപയോഗിച്ച് അവര്
ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അവരവരുടെ പ്രസൻസും അതിനകത്ത് നല്ല അവർക്ക് ആഗ്രഹമുള്ള ഫുഡ് പുറത്തുനിന്ന് എത്തിച്ചു കൊടുക്കുന്നു, മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, കഞ്ചാവും സിഗരറ്റും എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ജയിലിലെ പ്രവർത്തനങ്ങൾ അത്ര പിന്നെ ഒരു സുതാര്യത ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനകത്ത് പങ്കുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ സഹായം ഇല്ലാതെ ഇതുപോലത്തെ ഒരു ക്രിമിനലിന് ചാടി വരാൻ പറ്റൂല. ഗോവിന്ദചാമിക്ക് നല്ല ഇത് ഒരു ലോബിയുടെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽസിന്റെ ഒരു ഇങ്ങേ അറ്റം മാത്രമാണ്. ഇയാളെയൊക്കെ ഇത്രയും ആളൂരിനൊക്കെ ഇത്രയും പൈസ കൊടുത്ത് ഒരു കേസ് വാദിക്കാൻ പ്രാപ്തനായിട്ടുള്ള ആളാണ്. അപ്പൊ ഇയാളുടെയൊക്കെ ബിഹൈൻഡ് ആരൊക്കെയോ ഉണ്ട്. അപ്പൊ അത് ഇവരെ പ്രൊട്ടക്ട് അവരൊക്കെ വിചാരിച്ച ഇവന് സുഖമായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് ജയിലിൽ ചാടാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെയാണ് സംശയിക്കുന്നത്. കാരണം പണ്ട് തൊട്ടേ ജയിൽ വകുപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ. അയാൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരെ കൃത്യമായിട്ട് പൈസ ഉള്ളവരെയൊക്കെ പൈസ കൊണ്ട് കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കേട്ടതല്ല, എനിക്ക് കൃത്യമായിട്ട് അറിവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സംശയിക്കേണ്ടതുണ്ട്. ഇത്രയും ഒരു കൊടും ക്രിമിനൽ നമ്മൾ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ, അതും അയാൾ വികലാംഗനാണ്. പക്ഷെ ആ വികലാംഗനാണ് നമുക്ക് ആദ്യം അത്ഭുതം തോന്നും. ഒരു വികലാംഗന ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ ഉന്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നീടാണ് ഈ ഇതൊക്കെ കണ്ട് ഈ കേസൊക്കെ തെളിഞ്ഞ ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കുട്ടിക്ക് ഇത്രയും ക്ഷതമേറ്റിട്ടുണ്ട്, അതിനെ കൊല്ലാനായിട്ട് തലയിൽ കല്ലെടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പോലും അവന് വധശിക്ഷ കിട്ടാതെ അവൻ രക്ഷപ്പെട്ട് വെളിയിൽ പോകുന്നു എന്ന് ഇത് പറയുന്നത് നമുക്ക് ഈ സമൂഹത്തിന് ഒട്ടും നല്ലതല്ല. എന്ത് വേണോ സംഭവിക്കാം. കാരണം ഒട്ടും പരിവർത്തനം സംഭവിക്കാത്ത ക്രിമിനൽസ് ആണ് ജയിലുകളിലുള്ളത്. ഈ ജയിലുകളിലുള്ള ഒട്ടുമിക്ക ക്രിമിനൽസും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും വീണ്ടും കൊലപാതകം തന്നെ നടത്തുന്നവരാണ്. കോട്ടയം ജില്ലയിലൊക്കെ സമാനമായിട്ട് ഒരാൾ വെളിയിൽ ഇറങ്ങിയ ശേഷം അതിന്റെ പിറ്റേന്ന് തന്നെ വന്ന് ഭാര്യയുടെ സുഹൃത്തിനെ അപ്പൊ തന്നെ കൊന്നു. അപ്പൊ ഒരു സംശയത്തിന്റെ പേരിലാണ് കൊല്ലുന്നത്. പക്ഷേ അത് ഒരു രണ്ടാമതൊന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥ പോലും ആ ജയിലിനകത്ത് അത്രയൊരു മാനസിക പക്വത പോലും അവർക്ക് ഉണ്ടാകുന്നില്ല. ഒരു പരിവർത്തനവും സംഭവിക്കുന്നില്ല. എന്തിനു വീണ്ടും കുറ്റകൃത്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പോലും ആലോചിക്കുന്നില്ല. അപ്പൊ അതാണ് അത് ഒരു പരിവർത്തനം സംഭവിക്കാത്ത മനുഷ്യർ. അതാണ് ഈ ഗോവിന്ദചാമിക്ക് വിളിച്ചാടുമ്പോൾ നമ്മൾ പേടിക്കേണ്ടത്. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീമതി ധന്യാരാമൻ പ്രതികരിച്ചതിന്.